നമസ്കാരം. ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം നിലനിൽക്കുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നിഫ്റ്റി 50 മുതൽ 80 പോയിൻ്റ് വരെയുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സൂചനകളാണ് നൽകുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ പലതും മിക്സഡ് ട്രെൻഡിലാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.71%, ഹോങ്കോങ് ഇൻഡെക്സ് 0.20% ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മാർക്കറ്റും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ജർമ്മനിയുടെ ഇൻഡെക്സ് 1.21%, ഫ്രാൻസിൻ്റെ ഇൻഡെക്സ് 1% അടുത്തുമായിട്ടാണ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത്. ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന മികച്ച ബൈയിങ്ങോടുകൂടി കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും ഒരു റീബൗണ്ട് നമ്മൾക്ക് കാണാൻ സാധിച്ചു. നാസ്ഡാക്ക് 2.78%, S&P 1.66%, ഡോ ജോൺസ് 1.19% ഉയരുകയും ചെയ്തു. ഇത് അമേരിക്കൻ മാർക്കറ്റിനെയും ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകാൻ പ്രേരിപ്പിച്ചു. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ IT സെക്ടറിൽ പ്രകടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്കയിൽ നാസ്ഡാക്ക് കഴിഞ്ഞ ദിവസം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം മൈക്രോസോഫ്റ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഫോർകാസ്റ്റും അതുപോലെ തന്നെ കമ്പനി AI സെക്ടറിൽ നടത്തിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങളുമാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മൈക്രോസോഫ്റ്റ് എന്ന സ്റ്റോക്കിൻ്റെ വില 15% ഉയരുകയും കഴിഞ്ഞ 18 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച സിംഗിൾ ഡേ പെർഫോമൻസ് സ്റ്റോക്ക് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ IT സെക്ടറിൽ പ്രതീക്ഷിക്കാം. രണ്ടാമത്തേത്, കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സെക്കൻഡ് ക്വാർട്ടർ GDP ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. GDP ഡേറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന ലെവലിലാണ്. ഇത് US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്താനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ US-ൻ്റെ ബോണ്ട് യിൽഡ് 4.68%, US-ൻ്റെ 10-year ബോണ്ട് യിൽഡ് 4.68% ഇടിഞ്ഞതും മാർക്കറ്റിന് അനുകൂലമാണ്. കഴിഞ്ഞ 2 ദിവസമായി നിഫ്റ്റി 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇത് ഒരു ബുള്ളിഷ് ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 24,400 മാർക്കറ്റിൻ്റെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയും പ്രവർത്തിച്ചേക്കും. 24,400 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 24,500, 24,580 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും. കൂടാതെ 24,150 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. അതുകൊണ്ട് 24,150, 24,200 എന്ന സോൺ നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലായും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാന അപ്ഡേറ്റ് ക്രൂഡിൻ്റെ വില തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ക്രൂഡിൻ്റെ വില ഏറെക്കുറെ സ്റ്റേബിളാണ്. WTI ക്രൂഡിൻ്റെ വില $83.48, ബ്രെൻറ്റ് ക്രൂഡിൻ്റെ വില $89 പെർ ബാരൽ എന്ന ലെവലിനടുത്തുമായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് പെയിൻറ്റ്, ടയർ, ഓയിൽ തുടങ്ങിയ സെക്ടറുകളെ സംബന്ധിച്ചിട്ടുള്ള പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ക്രൂഡിൻ്റെ വില സ്റ്റേബിളായത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ ഇന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, സ്വിഗ്ഗി, എക്സൈഡ് ഇൻഡസ്ട്രീസ്, LIC ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരും. ഈ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റും ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാന അപ്ഡേറ്റാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് സെല്ലിംഗ് ആക്ടിവിറ്റി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3,623 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,864 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ക്യാഷ് മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3,623 കോടിയുടെയും ഇൻഡെക്സ് ആൻഡ് ഫ്യൂച്ചറിൽ 1,711 കോടി രൂപയുടെയും ബൈയിങ് നടത്തിയിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മാർക്കറ്റിൽ ബൈയിങ് പൊസിഷനിലേക്ക് മാറുന്നത് മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുകയും ഹയർ സൈഡിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് JBM ഓട്ടോ. JBM ഓട്ടോയുടെ പ്രോഫിറ്റ് 15% വർദ്ധിച്ച് 36 കോടിയിൽ നിന്ന് 42 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 15% വർദ്ധിച്ച് 1,284 കോടിയിൽ നിന്നും 1,442 കോടിയിലേക്ക് എത്തിയപ്പോൾ EBITDA 17% വർദ്ധിച്ച് 140 കോടിയിൽ നിന്നും 163 കോടിയിലേക്ക് ഉയരുകയും EBITDA മാർജിൻ 11.1% നിന്നും 11.3% ഉയരുകയും ചെയ്തു. സ്വിഗ്ഗിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ലോസ് കുറഞ്ഞിട്ടുണ്ട്. 1,197 കോടിയിൽ നിന്നും 791 കോടിയിലേക്കാണ് നെറ്റ് ലോസ് കുറഞ്ഞിരിക്കുന്നത്. റവന്യൂ 37% വർദ്ധിച്ച് 4,961 കോടിയിൽ നിന്നും 6,812 കോടിയിലേക്ക് എത്തി. EBITDA 984 കോടി രൂപയിൽ നിന്നും 680 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ചമ്പൽ ഫെർട്ടിലൈസറാണ്. ചമ്പൽ ഫെർട്ടിലൈസറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 4.6% ഇടിഞ്ഞ് 549 കോടിയിൽ നിന്നും 524 കോടിയിലേക്ക് എത്തി. റവന്യൂ 11% ഇടിഞ്ഞ് 5,698 കോടിയിൽ നിന്നും 5,027 കോടിയിലേക്ക് എത്തുകയും EBITDA 11.8% ഇടിഞ്ഞ് 761 കോടിയിൽ നിന്നും
851 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കമ്പനിയുടെ എബിറ്റ മാർജിൻ 13% നിന്ന് 16.9% ഉയർന്നിട്ടുണ്ട്. റെയിൻബോ ചിൽഡ്രൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 13% വർദ്ധിച്ച് 53 കോടിയിൽ നിന്ന് 60 കോടിയിലേക്കെത്തി. റവന്യൂ 33% വർദ്ധിച്ച് 353 കോടിയിൽ നിന്ന് 470 കോടിയിലേക്കെത്തി. എബിറ്റ 30% വർദ്ധിച്ച് 103 കോടിയിൽ നിന്ന് 134 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദാനി വിൽമാറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 48% വർദ്ധിച്ചു. റവന്യൂ 17% വർദ്ധിച്ചു. എബിറ്റ 88% വർദ്ധിച്ചു. റെയിൽടെൽ കോർപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 0.5% ഇടിഞ്ഞപ്പോൾ റവന്യൂ 20% ഉയർന്നു. എബിറ്റ 13% വർദ്ധിച്ചു. എബിറ്റ മാർജിൻ 15.6% നിന്നും 14.7% കറക്റ്റായിട്ടുണ്ട്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡറിന് ONGCക്ക് വേണ്ടി 4 പ്ലാറ്റ്ഫോം വെസൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 1032 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിഫെക്സ് ഇൻഡസ്ട്രീസിന് മഹാരത്ന CPSEയിൽ നിന്നും ആഷ് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് 22 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിഫെക്സ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഡിഫൻസ് സെക്ടറിലെ തന്നെ ആസ്ട്ര മൈക്രോവേവ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് വേണ്ടി ഉത്തം റഡാറിൻ്റെ ഫ്രെയിം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 2205 കോടി രൂപയുടെ ഓർഡർ ആസ്ട്ര മൈക്രോവേവ് എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആസ്ട്ര മൈക്രോവേവ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.